അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അള്ളാഹു നമ്മുടെ ഇരുത്തം നാളെ മരണപ്പെട്ടവൻ്റെ മുന്നിലെത്തുമ്പോൾ നമുക്ക് അനുകൂലമായി വിധി പറയുന്ന നിമിഷങ്ങളിൽ എഴുതി ചേർക്കുമാറാകട്ടെ. ആമീൻ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സോടുകൂടി അൽഹംദുലില്ലാ സൂറ തൂർ പൂർത്തീകരിച്ചു. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ഈ സൂറത്തിനെ മൊത്തത്തിൽ എടുത്തിട്ട് പിന്നെ ആയത്തുകൾ കണക്ട് ചെയ്തിട്ട് അതിൻ്റെ ഒരു അത് തരുന്ന ആശയങ്ങൾ പഠിക്കാനുള്ളൊരു ശ്രമമാണ്. ഇത് സാധാരണ നമ്മൾ ഖുർആനോട് തീരെ ചെയ്യാത്ത ഒരു പണിയാണെന്ത്, ആയത്തുകൾ തമ്മിൽ കണക്ട് ചെയ്ത് പഠിക്കുക എന്നുള്ളത്. അതേസമയം ഖുർആൻ്റെ ആശയം കറക്റ്റ് നമുക്ക് മനസ്സിലാകണമെങ്കിൽ ഒരു സൂറത്തിൽ വരുന്ന ആയത്തുകളെ, കണ്ടിന്യൂസ് ആയിട്ടുള്ള ആയത്തുകളെ ചേർത്ത് വെച്ച് ചിന്തിച്ചാലേ അള്ളാഹു പറയുന്നൊരു ലോജിക്ക് നമുക്ക് കിട്ടുള്ളൂ. നമ്മൾ സാധാരണ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മളിങ്ങനെ ഖുർആൻ വായിക്കുമ്പം ഇപ്പോൾ വിവാഹത്തിനെ കുറിച്ചൊരു ആയത്ത് വന്നു കഴിഞ്ഞാൽ വിവാഹം എന്ന വിഷയം എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, അത് പഠിക്കും. മരണമാണെങ്കിൽ മരണത്തിൻ്റെ ആയത്തെടുത്തിട്ട് പ്രത്യേകമായിട്ട് പഠിക്കും. അത് വേറെ തന്നെ ഒരു കേസ് സ്റ്റഡിയാണ്. പക്ഷേ ഖുർആനിൽ അള്ളാഹു ഈ പലപ്പോഴും ഖുർആനെതിരെയുള്ള വിമർശനത്തിൽ പറയുന്നതാണ് ഖുർആൻ ജംബിൾഡ് വേഴ്സസ് ആണ്. എന്ന് വെച്ചാൽ വിഷയങ്ങൾ ഇങ്ങനെ മാറി മാറി വരികയാണ്. മനസ്സിലാകാത്തവരാണ് ജംബിൾഡ് വേഴ്സസ് എന്ന് പറയുന്നത്. നമ്മൾ വായിക്കുമ്പോൾ നമുക്കത് തോന്നുന്നുണ്ടോ എന്നുള്ളത് വേറെ വിഷയമാണ്. അതേസമയം രണ്ട് വിഷയങ്ങൾ അള്ളാഹു ചേർത്ത് പറയുന്നത് ആ രണ്ട് വിഷയങ്ങൾ തമ്മിൽ കണക്ഷൻ ഉള്ളതുകൊണ്ടാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തമായിട്ട് ഉണ്ടാക്കിയ ഒരു ഓർഡർ അല്ല അത്. അള്ളാഹു പ്രവാചകനോട് പറഞ്ഞ് അങ്ങനെ തന്നെ ആ ഓർഡർ ആക്കിയതാണ്. അപ്പം രണ്ട് വിഷയങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ചുകൊണ്ട് ആലോചിക്കുമ്പോഴാണ് അള്ളാഹു പഠിപ്പിക്കുന്ന ജീവിതത്തിനെ കുറിച്ചുള്ളൊരു കാഴ്ചപ്പാട് നമുക്ക് മനസ്സിലാവുക. അങ്ങനെ നോക്കുമ്പോഴാണ് ശരിക്ക് വിവാഹത്തിൻ്റെ റമളാൻ്റെ ആയത്തിൻ്റെ ഇടയിൽ എന്തിനാണ് ഭാര്യ ഭർത്താവ് തമ്മിലുള്ള ബന്ധത്തിനെ കുറിച്ച് പറയുന്നത്, വിവാഹത്തിനെ കുറിച്ചുള്ള ആയത്തിന് ശേഷം എന്തിനാണ് മരണത്തെക്കുറിച്ച് പറയുന്നത്. ഇതിങ്ങനെ ചേർത്ത് വായിക്കുമ്പോഴാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന ഒരു ജീവിത കാഴ്ചപ്പാട് നമുക്ക് കിട്ടുള്ളൂ. ഇത് വളരെ പ്രധാനമാണ്. നമ്മൾ ഖുർആൻ പഠിച്ചു തുടങ്ങുമ്പം ഈ ഒരു കണക്ഷന് കുറച്ച് നമുക്കൊരു കിട്ടായ്മ തോന്നും, കണക്ഷനില്ല. പക്ഷേ നമ്മളതൊന്ന് മനസ്സിരുത്തി ആലോചിച്ചാൽ ഇന്ന അലൈന ബയാന എന്ന് അള്ളാഹ് തന്നെ പറയുന്നുണ്ട്. അള്ളാഹു എന്ത് ചെയ്യും, അത് വിശദീകരിച്ച് തരും. ഇതിൽ ഒരു കാര്യം കൂടെ പറയാൻ, നമ്മൾ സാധാരണ ഒരു കാര്യം നമ്മളെങ്ങനെ ചിന്തിക്കുക എന്നുള്ളതും ഇതുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ ആലോചിക്കേണ്ടതാണ്. സാധാരണ നമ്മളോടൊരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഞാൻ മരം എന്ന് പറയുകയാണെങ്കിൽ മരത്തിനെ കുറിച്ച്, ആ വാക്കിനെ കുറിച്ച് നമ്മളെ മനസ്സിലെ കൺസെപ്റ്റ് വെച്ചുകൊണ്ടാണ് നമ്മൾ കേൾക്കുക. ആ പറയുന്ന ആൾ എന്ത് പറഞ്ഞാലും, ഒരു കമ്മ്യൂണിക്കേഷൻ എക്സ്പേർട്ട്, ഞാൻ ആളെ പേര് മറന്നുപോയി, അയാൾ പറയുന്നത് ലോകത്ത് കമ്മ്യൂണിക്കേഷനേ നടക്കുന്നില്ല എന്നുള്ളതാണ്. ലോകത്ത് രണ്ടുപേരും തമ്മിൽ ഒരിക്കലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയില്ല ഫുള്ളി. ഞാൻ എന്തോ പറയുന്നുണ്ട്, നിങ്ങൾ നിങ്ങളേതായ മനസ്സിലാക്കലിൽ അത് മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഒരു വാക്ക് ഒരാൾ മനസ്സിലാക്കുന്നതനുസരിച്ചിട്ടാണ് അയാൾ പിന്നെ എന്ത് ചെയ്യുക, അതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിക്കും. ഇപ്പോൾ ഇസ്ലാമോഫോബിയ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ സമരം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ജനാധിപത്യം എന്ന് പറഞ്ഞാൽ, ഓരോരുത്തരുടെ മനസ്സിലെന്താണോ കൺസെപ്റ്റ് അത് വെച്ചിട്ടാണ് ഡെവലപ്പ് ചെയ്യുക. എന്ന് മാത്രമല്ല, എങ്ങനെയാണ് ഒരാൾ ചിന്തിക്കുക നമ്മൾ മനസ്സിൻ്റെ ഒരു സൈക്കോളജി നോക്കിക്കഴിഞ്ഞാൽ ഒരു വാക്കുമായി ബന്ധപ്പെട്ട ആശയങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ആ സമയത്ത് കണക്ട് ചെയ്തിട്ട് ചിന്തിക്കും. ഞാൻ ഒരു ഉദാഹരണം പറയാം. ഇപ്പോൾ പൈസ എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, പൈസനെ കുറിച്ച് നമ്മളെ മനസ്സിലുണ്ടായ ഒരു കൺസെപ്റ്റ് ഉണ്ട്. പൈസ, ലാഭം, ജീവിക്കാൻ ആവശ്യം, ജോലി നേടിയാൽ കിട്ടും, പൈസ ഇല്ലാണ്ട് ജീവിക്കാൻ കഴിയില്ല, ഇങ്ങനെ കുറേ കൺസെപ്റ്റുകൾ അതുമായി ബന്ധപ്പെട്ട് പൈസ എന്ന് പറയുമ്പോൾ തന്നെ നമ്മളെ മനസ്സിൽ വരും. ഖുർആൻ ശരിക്കും അള്ളാഹു ശരിക്കും ചെയ്യുന്നത് ഇതിനൊക്കെ പൊളിക്കുകയാണ്. ഇതിനെ പൊളിച്ചിട്ട് പൈസ എന്നത് ഖുർആനികമായിട്ട് നമ്മൾ പൈസ ഒരു സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതുമായി ബന്ധപ്പെട്ട ആയത്ത് ഏതായിരിക്കും, പൈസ ഞാൻ നിങ്ങളെ തൽക്കാലം ഏൽപ്പിച്ചതാണ്, മുസ്തഖ്ലഫീന ഫീ, നിങ്ങളെ തൽക്കാലം ഏൽപ്പിച്ചതാണ്. പൈസ നമ്മളിൽ നിന്നും പോകാൻ സാധ്യതയുണ്ട്, അള്ളയാണ് കൺട്രോൾ ചെയ്യുന്നത്, പൈസയല്ല ജീവിതത്തിൻ്റെ എല്ലാം എന്ന് പറഞ്ഞ കുറേ ആശയങ്ങൾ അതിന് ചുറ്റും വരും. അപ്പോൾ ഖുർആൻ പറയുന്ന ഈ ഓർഡറിൽ നമ്മൾ ഓരോ വിഷയങ്ങൾ പഠിച്ച് വായിച്ചു കൊണ്ടിരിക്കുമ്പം നമ്മളറിയാതെ ശരിക്കും നടക്കുന്നത് നമ്മളെ മനസ്സിലെ മൊത്തം കണക്ഷൻ പോയിന്റ്, വാക്കുകളെല്ലാം പൊളിയാണ്, പുതിയൊരു ആശയം വരികയാണ്. അങ്ങനെ നമ്മളായി കഴിയുമ്പോഴാണ് ശരിക്ക് നമ്മളൊരു ജോലി നഷ്ടപ്പെടുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ ഒരു കുട്ടി ഒരു സ്ഥലത്ത് ബുദ്ധിമുട്ടെന്ന് കാണുന്ന സമയത്ത് നമ്മളതിനെക്കുറിച്ച് ചിന്തിക്കുക, ഖുർആനികമായിട്ട് നമുക്ക് ചിന്തിക്കാൻ കഴിയണമെങ്കിൽ ഈ കണക്ഷൻ അറിയാമെന്നുള്ളത് വളരെ പ്രധാനമാണ്. അപ്പം ഒരു സൂറത്തിൻ്റെ ഓരോ ആയത്തുകളും നമുക്ക് ഹിദായത്താണ്. ഒരായത്തെടുത്ത ഒരു ഹിദായത്താണ്. വത്തൂർ അല്ലെങ്കിൽ
ബൈത്തുൽ മഅ്മൂർ എന്നെടുത്തു കഴിഞ്ഞാൽ അത് മാത്രം എടുത്ത് പഠിക്കാൻ പറ്റും. പക്ഷേ വത്തൂറ് കഴിഞ്ഞിട്ട് എന്തിനാണ് ബൈത്തുൽ മഅ്മൂർ എന്ന് അള്ളാഹ് പറയുന്നത് എന്നത് ചേർത്ത് പറയുമ്പോൾ ഒരു മൊത്തം സൂറത്ത് തന്നെ നമുക്ക് എന്താണ്, ഒരു ഹിദായത്താണ്. ഞാൻ പറയുന്നത് ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. അപ്പം ഈ പണി ബുദ്ധിമുട്ടാണ് എന്ന് കരുതിയിട്ട് നമ്മൾ ചെയ്യാതിരിക്കരുത്. ഖുർആൻ നമ്മൾ ഓരോരുത്തരും വായിക്കേണ്ടതാണ്. ആ വായിക്കുമ്പോൾ ഇങ്ങനെ സ്കിപ്പ് ചെയ്ത് പോകരുത്. നമ്മൾ ബക്കറ പഠിക്കുമ്പം പശുവിൻ്റെ കഥ പറയുന്നതിന് മുന്നേ കപടവിശ്വാസികളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കഥയും കപടവിശ്വാസികളും തമ്മിൽ ബന്ധമുണ്ട് എന്ന ആത്മവിശ്വാസം നമുക്ക് ഉണ്ടാകുമ്പം ആ കണക്ഷനെ കുറിച്ച് നമ്മൾ ചിന്തിക്കും. അപ്പം ഓരോ സൂറത്തും വ്യത്യസ്തമായ ഹിദായത്താണ് നൽകുന്നത്. അത് ഖുർആൻ്റെ വളരെ അത്ഭുതമാണ്. നമ്മളിപ്പോൾ 4-ാമത്തെ 5-ാമത്തെ സൂറത്തിൻ്റെ സമ്മറിയാണ് എടുക്കുന്നത്. ഓരോ സൂറത്തും ഓരോ വ്യത്യസ്തമായ ആംഗിളിൽ നിന്നുകൊണ്ട് ജീവിതത്തിനെ പരിചയപ്പെടുത്താണ്. ഞാൻ 1-2 ഉദാഹരണങ്ങൾ പറയാം, എന്നിട്ട് നമുക്ക് ഈ സൂറത്തിലേക്ക് പോവാം. സൂറ ഖമർ ഓർമ്മയുണ്ട്? സൂറ ഖമർ ഹിദായത്ത് കൊടുത്തിട്ട് മനുഷ്യൻ അതിനോട് എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത് എന്നൊരു വിഷയം വെച്ചിട്ട് അള്ളാഹ് എന്ത് ചെയ്യാണ്, കുറേ വിഷയങ്ങൾ അതുമായി ചേർത്ത് പറയണം. അപ്പോൾ അതിൽ മഴ വരും, അതിൽ മാനം വരും. ആ മാനമായതുകൊണ്ടല്ല, ആ ഹിദായത്തുമായി ബന്ധപ്പെട്ടിട്ടാണ് അള്ളാഹു അത് പറയുന്നത്. നമുക്ക് പെട്ടെന്ന് നമുക്ക് കാണാതെ അറിയുന്ന സൂറത്ത് പറഞ്ഞാൽ ഇത് ഭയം മനസ്സിലാവും. സൂറ സൽസല എടുത്ത് നോക്കൂ. സൂറ സൽസലൻ്റെ വിഷയം എന്താണ്? സൂറ സൽസലൻ്റെ വിഷയം ലോകാവസാനാണ്. അപ്പം ലോകാവസാനത്തിൻ്റെ ആംഗിളിൽ നിന്നുകൊണ്ട് നമ്മളെ ജീവിതം കാണിച്ചു തന്നിട്ട് ജീവിതം പഠിപ്പിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ എന്തൊക്കെ ഉണ്ട്? അതിൻ്റെ ഇടയിൽ നമ്മളെ അമലിനെ കുറിച്ച് പറയുന്നുണ്ട്, ഭൂമി അള്ളാഹയാണ് കൺട്രോൾ ചെയ്യുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഈ വിഷയങ്ങളൊക്കെ ചേർത്തിട്ട് ഒരൊറ്റ പ്രധാന വിഷയത്തിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ പറയുന്നത്. അപ്പോൾ ഓരോ സൂറത്തും ഓരോ ആംഗിളിൽ നിന്നുകൊണ്ടാണ് ജീവിതത്തിനെ പരിചയപ്പെടുത്തുന്നത് എന്നുള്ളതാണ്. ഞാൻ ഒരു ഉദാഹരണം കൂടെ പറഞ്ഞാൽ പെട്ടെന്ന് ഇത് മനസ്സിലാവും. സൂറ ഫാത്തിഹ എന്താണ് വിഷയം? സൂറ ഫാത്തിഹ പ്രാർത്ഥനയാണ്. സൂറ ഫാത്തിഹ പ്രാർത്ഥനയാണ് എന്ന് വെച്ചാൽ നമ്മളാണ് പ്രാർത്ഥിക്കേണ്ടത്. പക്ഷെ അള്ളാഹു എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് ഒരു സൂറത്ത് ഇറക്കിയിട്ട് പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഒരു പ്രാർത്ഥനൻ്റെ ആംഗിളിൽ നിന്നുകൊണ്ട് നമ്മൾ എങ്ങനെയാണ് ജീവിതത്തിനെ കാണേണ്ടതെന്നാണ് സൂറത്ത്. ആ മൊത്തം സൂറത്ത് എടുത്താൽ ഒരു പ്രാർത്ഥന നമുക്ക് മനസ്സിലാവും. പക്ഷെ അതിൻ്റെ ഓരോ ഏടുകൾ എടുത്താൽ റഹ്മത്ത് നമുക്ക് മനസ്സിലാവും, ഹംദ് മനസ്സിലാവും, യൗമുദ്ദീൻ മനസ്സിലാവും, സിറാത്തൽ മുസ്തഖീം മനസ്സിലാവും. ഇത് ഓരോന്നിലെയും നമ്മൾ മാറി മാറി പോകുന്നതിനൊന്നിച്ച് തന്നെ റഹ്മത്തും മാലിക് യൗമുദ്ദീനും തമ്മിലുള്ള ബന്ധം എന്താണ്, അതേപോലെ തന്നെ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ പറയുന്നതിന് മുമ്പ് എന്തിനാണ് മാലിക് യൗമുദ്ദീൻ പറഞ്ഞത് എന്ന കണക്ഷനും കൂടി ആകുമ്പോഴേ ആ വിഷയം നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവുള്ളൂ എന്ന് പറയാനാണ് ഞാനിത് പറഞ്ഞത്. ഇതിൻ്റെ റിസൾട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ കുറേ സൂറത്ത് ഇങ്ങനെ അള്ളാഹിൻ്റെ ഒരു ആംഗിളിൽ നിന്നുകൊണ്ട്, പേഴ്സ്പെക്റ്റീവിൽ നിന്നുകൊണ്ട് നമ്മൾ പഠിക്കുമ്പം ജീവിതത്തിനെ പല ആംഗിളിൽ നിന്ന് നമുക്ക് കാണാനുള്ളൊരു കഴിവ് നമുക്ക് കിട്ടും. ഇപ്പം നമ്മളെയും പൊതുവിൽ മനുഷ്യൻ്റെ ഒരു പ്രശ്നം ഏതെങ്കിലും ഒരു ആംഗിളിൽ നിന്നുകൊണ്ടേ നമ്മൾ ജീവിതത്തിനെ നോക്കുള്ളൂ. നമ്മുടെ ഒരു സ്വഭാവം അനുസരിച്ചുകൊണ്ട് നമ്മൾ കുറേ കൂടെ ഭൗതികമായിട്ട് ലാഭം ആഗ്രഹിക്കുന്ന ആളാണ്, ലാഭത്തിൻ്റെ ആംഗിളിൽ നിന്നേ നോക്കുള്ളൂ. ഖുർആൻ്റെ ഇങ്ങനെ നമ്മൾ പഠിക്കുമ്പം ജീവിതത്തിനെ പല ആംഗിളിൽ നിന്നുകൊണ്ട് നമുക്ക് കാണാൻ കഴിയും. ഇനി സൂറ തൂറിലേക്ക് വന്നാൽ, ഈ ഒരു ആമുഖം വെച്ചുകൊണ്ട് നമ്മൾ സൂറ തൂറിലേക്ക് വന്നാൽ, സൂറ തൂറിൽ 49 ആയത്തുകളാണ്. മക്കയിലാണ് ഇത് ഇറങ്ങുന്നത്. ഈ സൂറത്ത് ഇറങ്ങുന്ന സന്ദർഭം വളരെ പ്രധാനമാണ്. കോണ്ടെക്സ്റ്റ്, പശ്ചാത്തലം വളരെ പ്രധാനമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സമൂഹത്തിന് പുതിയൊരു ആശയം അവരുടെ മുന്നിൽ വെക്കുകയും അവർക്കത് ഇഷ്ടപ്പെടാതിരിക്കുകയും അവർ വളരെ രൂക്ഷമായി പ്രവാചകനെ എതിർത്തുകൊണ്ടിരിക്കുന്നതും ഒരു സന്ദർഭത്തിൽ നിന്നുകൊണ്ടാണ് സൂറ തൂർ ഇറങ്ങുന്നത്. എന്താണ് ഈ സൂറത്ത് പറയുന്നത്? ഈ സൂറത്ത് പ്രധാനമായിട്ടും പറയുന്നത് പരലോകം എന്ന് പറയുന്നത് വളരെ യുക്തിപൂർവമാണ്, ലോജിക്കലാണ്. അതിന് ധാരാളം തെളിവുകൾ എന്തുണ്ട്, നമുക്ക് ചുറ്റുമുണ്ട് എന്ന ആംഗിളിൽ നിന്നുകൊണ്ടാണ് മൊത്തം വിഷയം അവതരിപ്പിക്കുന്നത്. എന്ന് മാത്രമല്ല, ഈ പരലോകത്തിൻ്റെ യുക്തി നിഷേധിക്കുന്നവരുടെ ദൗർബല്യങ്ങൾ എന്ത് ചെയ്യുന്നു അള്ളാഹു അവിടെ പറഞ്ഞു. ഇതാണ് സൂറത്തൂറിൻ്റെ പ്രധാന വിഷയം. പരലോകത്തിൻ്റെ തെളിവ്, അതിനോടുള്ള പ്രതികരണത്തിലെ മനുഷ്യൻ്റെ പ്രശ്നം, അതിനോടുള്ള പ്രതികരണത്തിൻ്റെ മനുഷ്യൻ. അപ്പോൾ അതിൻ്റെ ഇടയിൽ എന്തൊക്കെ വരുന്നുണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഓർമ്മ ഉണ്ടെങ്കിൽ എന്തൊക്കെ അതിൻ്റെ ഇടയിൽ വരുന്നുണ്ട്? ഉപ്പയും മോനും തമ്മിലുള്ള ബന്ധം സൂറത്തൂറിൽ വരുന്നുണ്ട്, കടൽ വരുന്നുണ്ട്, ആകാശം വരുന്നുണ്ട്, സ്വർഗം വരുന്നുണ്ട്, നരകം വരുന്നുണ്ട്, ഇങ്ങനെ കുറേ വിഷയങ്ങൾ വരുന്നത്. പക്ഷെ എല്ലാം ഒരു വിഷയം പറയാനാണ്. എന്താണത്? സത്യം നമ്മുടെ മുന്നിലുണ്ട്, അതിനോട് നമ്മളിങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളത്. ഈ സൂറത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതകളിൽ ഒന്നായിട്ട് ഞാൻ കാണുന്നത്, ഇതിനെ ഇങ്ങനെ അനലൈസ് ചെയ്യുമ്പോൾ കാണുന്നത്, ഈ സൂറത്ത് ഭൗതികമായ തെളിവുകളുടെ ഒന്നിച്ച് അതേ വെയിറ്റിൽ ഭൗതികമല്ലാത്ത, നമുക്ക് കാണാൻ കഴിയാത്ത തെളിവുകളും ചേർത്ത് വെക്കുന്നു എന്നുള്ളതാണ് ഈ സൂറത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. നിങ്ങൾ സൂറ ഷംസ് ഒക്കെ എടുത്ത് വശംസി വലുഹാഹ
എന്ന് സൂറത്തൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഭൗതികമായി നമുക്ക് കാണാൻ കഴിയുന്ന സൂര്യൻ, ചന്ദ്രൻ എന്ന തെളിവ് വെച്ചുകൊണ്ടാണ് നഫ്സിനെ പ്രൂവ് ചെയ്യുന്നത്. പക്ഷെ സൂറ തൂറ് പരലോകത്തിനെ പ്രൂവ് ചെയ്യുന്നിടത്ത് കടലും പിന്നെ ആകാശവും മാത്രമല്ല, ബൈത്തുൽ മഅ്മൂർ വരുന്നുണ്ട്, തൂറുണ്ട്, ഭൗതികമല്ലാത്തതും ചേർത്ത് വെച്ചുകൊണ്ട് അള്ളാഹ് പറയുന്നത് ഇതും അത്ര തന്നെ പ്രധാനമുള്ളതാണ് എന്ന് പറയുന്നു എന്നുള്ളതാണ് ഈ സൂറത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. 1 മുതൽ 4 വരെയുള്ള ആയത്തുകൾ നോക്കുക. 1 മുതൽ 4 വരെയുള്ള ആയത്തുകളിലാണ് പ്രധാന തെളിവുകൾ അവതരിപ്പിക്കുന്നത്. എന്തൊക്കെയാണ് അവിടെ പറയുന്നത്? വത്തൂർ, തൂർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പഠിച്ചിരുന്നു, ഓർമ്മ ഉണ്ടാ? അതെ. പക്ഷെ വത്തൂർ പറയാൻ കാരണം എന്താ? മൂസാ നബി അലൈഹിസ്സലാമിന് വഹീ കിട്ടിയ ആ സന്ദർഭത്തെ അള്ളാഹ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. വത്തൂർ വ കിതാബിൻ, കിതാബിനെ കുറിച്ചാണ് പറയുന്നത്. അതിനുശേഷം അള്ളാഹു എന്ത് ചെയ്യുന്നു? കടലിനെ കുറിച്ച് പറയുന്നു, ആകാശത്തെ കുറിച്ച് പറയുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതേപോലെ തന്നെ ഈ സൂറത്തിൻ്റെ രണ്ടാമത്തെ തെളിവുകൾ അവതരിപ്പിക്കുന്നതിൻ്റെ പ്രത്യേകത 2 സ്റ്റൈലിൽ അള്ളാഹു തെളിവുകൾ അവതരിപ്പിക്കുന്നുണ്ട്. ഇത് ഖുറാൻ്റെ ഒരു വളരെ സുന്ദരമായ സവിശേഷതയാണ്. ഒന്ന് ഡിസ്ക്രിപ്റ്റീവാണ്. ഡിസ്ക്രിപ്റ്റീവ് എന്ന് പറഞ്ഞാൽ അള്ളാഹ് തെളിവ് പറയാണ്, ഇതൊക്കെ തെളിവാണ്. വശംസി, ഷംസ് തെളിവാണ്. വല്ലുഹ, ലുഹ തെളിവാണ്. നക്ഷത്രം തെളിവാണ്. മഴ തെളിവാണ്. നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് അള്ളാഹിനെ കണ്ടെത്താൻ പറ്റും. ഇത് നേർക്ക് നേരെ തെളിവ് അങ്ങനെ തന്നെ പറയുന്ന സ്റ്റൈലാണ്. അതേപോലെ തന്നെ വേറെ സ്റ്റൈൽ ഏതാ? നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ? ഏതാ വേറെ സ്റ്റൈൽ എന്നുള്ളത്? ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് അള്ളാഹു അവതരിപ്പിക്കുന്നു. എന്ന് വെച്ചാൽ തെളിവുണ്ട് എന്ന് അള്ളാഹ്ക്ക് അറിയാം, തെളിവ് കൃത്യമാണെന്ന് അറിയാം, എന്നാൽ പോലും എന്ത് ചെയ്യുന്നു? എന്താണ്? ചോദ്യം ചോദിക്കുന്നു. നിങ്ങൾ തന്നെ സ്വയം ഉണ്ടായതാണോ, അതോ നിങ്ങൾ ആരെങ്കിലും നിങ്ങൾ ഉണ്ടാക്കിയതാ, നിങ്ങളെ ഒന്നുമില്ലായ്മയിൽ നിന്നും ഉണ്ടായതാണോ, അതോ നിങ്ങൾ തന്നെ നിങ്ങളെ സൃഷ്ടിച്ചതാണോ എന്ന് പറയുന്നത് എന്താണ്? ക്വസ്റ്റ്യൻ സ്റ്റൈലാണ്. ശരിക്കും അള്ളാഹ്ക്ക് ഡിസ്ക്രിപ്റ്റീവ് ആണെങ്കിൽ എന്ത് പറഞ്ഞാൽ മതി? നിങ്ങളെ ഞാൻ സൃഷ്ടിച്ചതാണ് എന്ന് പറഞ്ഞാൽ മതി. ഇത് വേറെ സ്റ്റൈലിൽ അള്ളാഹ് പറയുന്നുണ്ട്. ഈ സൂറത്തിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ തുടക്കത്തിൽ അള്ളാഹു അങ്ങനെ തന്നെ തെളിവ് വെക്കുകയാണ്, കടൽ നോക്കാന്ന്. പക്ഷേ മിഡിലെത്തുമ്പം അള്ളാഹു അവതരിപ്പിക്കുന്നത് ചോദ്യങ്ങൾ, 13 ചോദ്യങ്ങൾ വെച്ചുകൊണ്ട് ക്വസ്റ്റ്യൻ സ്റ്റൈലിൽ അവതരിപ്പിക്കുന്നു എന്ന് കാണാൻ കഴിയും. അപ്പം ഇതാണ് ഈ തെളിവുകൾ അവതരിപ്പിക്കുന്നതിൻ്റെ സ്റ്റൈല്. ഈ സൂറത്ത് മൊത്തത്തിൽ കിട്ടുന്ന ഒരു അനുഭവം. ആരെങ്കിലും മൊത്തം സൂറത്ത് വായിച്ചു നോക്കിയിരുന്നു? ഒരു പ്രാവശ്യം വായിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് ഈ ക്ലാസ് കഴിഞ്ഞിട്ട് ഒന്ന് മൊത്തത്തിൽ ഒരു പ്രാവശ്യം ഇതിൻ്റെ ഒരു ബേസ് വെച്ച് വായിച്ചു നോക്കാം. ഈ മൊത്തം സൂറത്ത് വായിച്ചാൽ നമുക്കൊരു അനുഭവം കിട്ടും. ഇപ്പം നമ്മൾ സൂറ വാക്യ മൊത്തത്തിൽ വായിച്ചാൽ നമുക്ക് പരലോകത്തുനിന്ന് വരാൻ തോന്നൂല. പരലോകത്തിൽ ഇങ്ങനെ നമ്മൾ അവിടെ ഇങ്ങനെ നിൽക്കുന്ന മാതിരിയാണ് ഫീൽ ചെയ്യുക. ഈ സൂറത്ത് മൊത്തം വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നൊരു ഫീലിംഗ്, എനിക്ക് പേഴ്സണലി കിട്ടിയൊരു ഫീലിംഗ്, വളരെ ഗൗരവമുള്ളൊരു ഡിബേറ്റ് നടന്നിട്ട് നമ്മളത് കാണുന്നത് പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുക. അള്ളാഹു തെളിവുകൾ അവതരിപ്പിക്കുന്നു, ചോദ്യങ്ങൾ ചോദിക്കുന്നു, നിങ്ങൾ എന്തുകൊണ്ടാണ് കാണാത്തതെന്ന് പറയുന്നു. അള്ളാഹിനെ നിഷേധിക്കുന്നവരും തമ്മിലുള്ള വളരെ സുന്ദരമായ ലോജിക്കലായിട്ടുള്ളൊരു ഡിബേറ്റ് നമ്മളിങ്ങനെ നോക്കി കാണുന്ന കാര്യങ്ങൾ. ഇന്ന് പോയിട്ട് സൂറത്ത് മൊത്തം വായിച്ചു നോക്കുക. മൊത്തത്തിൽ കുറേ മനുഷ്യനെ സത്യത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു അവതരിപ്പിക്കുന്ന ഒരു ഡിബേറ്റ് കണ്ട ഫീലിംഗ് ആണ് നമുക്ക് ഉണ്ടാകുക. അതേപോലെ തന്നെ മനുഷ്യൻ എന്ന നിലക്ക് സത്യം കാണാൻ നമുക്കുള്ള പ്രശ്നങ്ങളൊക്കെ എന്ത് ചെയ്യും? നമുക്ക് അത് കാണുന്നതിലൂടെ ഈ നമ്മളിങ്ങനെ കാണുമ്പം അള്ളാഹ് ഓരോ ചോദ്യം ചോദിക്കുമ്പോൾ നീയാണോ ആകാശം ഉണ്ടാക്കിയതെന്ന് മനുഷ്യനോട് ചോദിക്കുന്നുണ്ട്. അത് കണ്ടു വെക്കുമ്പോൾ നമുക്ക് തന്നെ തോന്നും, ശരിയാണല്ലോ, ആകാശം അള്ളാഹ് അല്ല ഉണ്ടാക്കിയത്, നമുക്ക് പറ്റില്ലല്ലോ എന്ന് മനുഷ്യൻ്റെ പ്രശ്നത്തെ നമുക്ക് തന്നെ മനസ്സിലാകുന്ന രീതിയിലുള്ള ഒരു ഫീലിംഗ് ആണ് അതിൽ കിട്ടുക എന്നുള്ളതാണ്. ഇതാണ് മൂന്നാമത് പറയാനുള്ളൊരു കാര്യം. നാലാമത്, ഞാനിങ്ങനെ കുറേ ഈ മൊത്തം ഈ സൂറത്ത് എടുക്കുമ്പം കിട്ടുന്ന ഫീലിങ്ങുകളാണ് പറയുന്നത്. ബാക്കി നിങ്ങളാണ് വായിക്കേണ്ടത്, നമുക്ക് ചർച്ചയിൽ ബാക്കി സംസാരിക്കാം. നാലാമത്, ഇത് ഖുറാൻ്റെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്റ്റൈലുകളിൽ ഒന്നാണ്. നമുക്ക് മറ്റ് ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയാത്തൊരു ഒരു ഒരു സ്റ്റൈലാണ്. ഖുർആൻ ദൈവികമാണ് എന്നതിൻ്റെ തെളിവ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഖുറാനിലെ ആയത്തുകൾ നമ്മൾ വായിക്കുമ്പം അള്ളാഹു നമ്മളെ ചിന്തകളെയും കൊണ്ടൊരു യാത്ര ഇങ്ങനെ പോവാണ്. അതിൽ നിരന്തരം നമ്മളെ പരലോകത്തിലേക്ക് കൊണ്ടുപോകും, പിന്നെ താഴത്തേക്ക് കൊണ്ടുവരും, ആകാശത്തിലേക്ക് കൊണ്ടുപോകും, ഭൂമിയിലേക്ക് കൊണ്ടുവരും, മനുഷ്യനിലേക്ക് കൊണ്ടുപോകും. ഇങ്ങനെ നിരന്തരം നമ്മളെ ചിന്തയെ ഇങ്ങനെ കൊണ്ടുപോകുന്നത്. ഈ സൂറത്ത് നോക്കുക, ഈ സൂറത്ത് തുടങ്ങുന്നത് ആകാശവും ഭൂമിയും ഒരുമിച്ച ഒരു സന്ദർഭത്തെ വെച്ചുകൊണ്ടാണ്. വത്തൂർ എന്ന് വെച്ചാൽ അഭൗതികതയും ഭൗതികതയും രണ്ടും ഒരുമിച്ചൊരു സന്ദർഭം ഏതാണ്? തൂർ പർവ്വതത്തിൽ മൂസാ നബി അലൈഹി ഇസ്ലാമിന് വഹി ലഭിച്ച സന്ദർഭമാണ്. രണ്ടും ഒരുമിച്ചൊരു സന്ദർഭത്തെക്കുറിച്ച് നമ്മളോട് പറയുന്നു.
അത് കഴിഞ്ഞിട്ട് നമ്മൾ അള്ളാഹു ബൈത്തുൽ മഅ്മൂറിലേക്ക് കൊണ്ടുവന്നു. ബൈത്തുൽ മഅ്മൂറിലേക്ക് നമ്മൾ പോകുമ്പോഴത്തേക്കും, ബൈത്തുൽ മഅ്മൂർ ഞാൻ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, 2 കാര്യമുണ്ട്. ഒന്നാണ് കഅബയാണ്. കഅബക്ക് ചുറ്റും നിരന്തരം വിശ്വാസികൾ ഇങ്ങനെ തസ്ബീഹ് ചൊല്ലിക്കൊണ്ട് പറയുന്നു. അതേപോലെ തന്നെ പിന്നെ അഭൗതികമായ അള്ളാന്റെ ഒരു ലോകത്ത് മലക്കുകൾ നിരന്തരമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, തസ്ബീഹ് ചെയ്തുകൊണ്ടിരുന്നതും ബൈത്തുൽ മഅ്മൂറാണ്. അപ്പം അള്ളാഹ് പരലോകവും ഇഹലോകവും, ആ ലോകവും ഈ ലോകവും ഒക്കെ ഒരുമിക്കുന്ന ഒരു നിമിഷത്തെക്കുറിച്ച് പറഞ്ഞിട്ട് പിന്നെ അള്ളാഹു നമ്മളെ കൊണ്ടുപോകുന്നത് വിശ്വാസികൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു ബൈത്തുൽ മഅ്മൂറിലാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? അത് കഴിഞ്ഞിട്ട് നമ്മൾ പോകുന്നത് ആകാശത്തേക്കും ഭൂമിയിലേക്കാണ്. പ്രപഞ്ചത്തിലേക്ക് അള്ളാഹു നമ്മളെ കണ്ണ് കൊണ്ടുപോവാണ്. എന്നിട്ട് ഈ പ്രപഞ്ചം ഒന്നുമല്ലാതാകുന്ന കിയാമത്ത് നാളിലേക്കാണ് പിന്നെ വരുന്നത്. എവിടെ എത്തി നിങ്ങൾ ആലോചിച്ച് നോക്കുക. നമ്മൾ ശരിക്കും ഇരുത്തി സൂറ തൂർ വായിക്കുകയാണെങ്കിൽ മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ അടുത്ത് പോയി തിരിച്ച് നമ്മൾ ബൈത്തുൽ മഅ്മൂറിലെത്തി. പിന്നെ നമ്മൾ അള്ളാഹു പറയുന്ന അവിടെ നിന്നാൽ പോരാ, നീ എന്ത് ചെയ്യണം, പുറത്ത് നോക്കണം, കടൽ കാണണം, ആകാശം കാണണം. സയൻറ്റിഫിക് ആയിട്ട് നമ്മൾ ചിന്തിക്കുന്നു. ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അള്ളാഹു പറയുന്നത് ഇതൊക്കെ നശിച്ചു പോവും എന്ന് കിയാമത്ത് നാളിൽ കൊണ്ടുപോയിട്ട് പിന്നെ നമ്മളെ നേരെ കൊണ്ടുപോകുന്നത് എങ്ങോട്ടേക്കാണ്? പരലോകത്തിലേക്കാണ്. പരലോകത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ വേറെ തന്നെ ഒരു ലോകം, നരകവും സ്വർഗവും, ഉപ്പയും മോനൊക്കെ ഒരുമിച്ചിരുന്നിട്ട് പിന്നെ എന്താണ് പഴങ്ങൾ കഴിക്കുന്ന സീന്, നരകത്തിലേക്ക് തള്ളിയിടുന്ന സീന്, അതിലേക്ക് കൊണ്ടുപോവാണ്. എന്നിട്ട് നേരെ തിരിച്ച് പിന്നെയും ഭൂമിയിലേക്ക് വന്നിട്ട് അള്ളാഹു ഒരു സംവാദം തുടങ്ങുകയാണ്. നിങ്ങളാണോ നിങ്ങളെ സൃഷ്ടിച്ചത്, അല്ലെങ്കിൽ ഞാനാണോ എന്നതിലേക്ക് പോവാണ്. എന്നിട്ട് അവസാനിപ്പിക്കുന്നതിന് മുമ്പേ വീണ്ടും എന്ത് ചെയ്യുന്നു? അള്ളാഹു പരലോകത്തിലേക്ക് കൊണ്ടുപോകുന്നു. അവസാനിക്കുന്നത് എന്ത് വെച്ചുകൊണ്ടാണ്? അവസാനിക്കുന്നത് വീണ്ടും ഭൗതികതയും അഭൗതികതയും ചേർന്ന് നിൽക്കുന്ന ഒരു സന്ദർഭമാണ്. അതേതാണ്? നമ്മുടെ നമസ്കാര സന്ദർഭമാണ്. ക്ലിയർ ആണോ? തൂറ് മൂസാ നബി അലൈഹി സ്വലാം അള്ളാഹുവുമായിട്ട് അടുത്ത ആ സന്ദർഭത്തിൽ നിന്ന് തുടങ്ങിയിട്ട് ഫസബ്ബിഹ് ബിഹംദി റബ്ബിക, നീ നമസ്കാരത്തിൽ അള്ളാഹുവിനോട് തസ്ബീഹ് ചെയ്യുമ്പം അതേപോലെ ഈ ലോകത്ത് നിന്നുകൊണ്ട് അപ്പുറത്തുള്ള ഒരു പടച്ചവനുമായിട്ടുള്ള കണക്ഷനെ വെച്ചുകൊണ്ട് വളരെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ റിംഗ് സ്ട്രക്ചർ എന്നാണ് പിന്നെ ഇംഗ്ലീഷിൽ പിന്നെ ധാരാളമായ ആൾക്കാർ ഖുർആൻ പിന്നെ റിസർച്ച് നടത്തുന്ന ആൾക്കാർ കണ്ടെത്തിയ ഒന്നാണ് ഖുർആൻ റിംഗ് സ്ട്രക്ചർ ആണെന്നുള്ളത്. റിംഗ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ തുടക്കത്തിലും അവസാനത്തിലും ഒരേ വിഷയമായിരിക്കും, മിഡിലിൽ ഈ വിഷയത്തിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന കുറേ വിഷയങ്ങളായിരിക്കും. സൂറ തൂർ അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണങ്ങളിൽ ഒന്നാണ്. ഈ റിംഗ് സ്ട്രക്ചറിന് 2 തരത്തിൽ സൂറ തൂറിൻ്റെ റിംഗ് സ്ട്രക്ചർ പിന്നെ നമുക്ക് പഠിക്കാം. ഒന്ന്, അള്ളാഹുവിൻ്റെ മഹത്വത്തിൽ നിന്നാണ് തുടങ്ങുന്നത്. വത്തൂർ വ കിതാബിൻ മസ്തൂർ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ മഹത്താണ്, നമുക്ക് എത്താൻ കഴിയാത്ത മഹത്വത്തിൽ നിന്ന് തുടങ്ങിയിട്ട് അള്ളാഹുവിൻ്റെ അടുപ്പത്തിലാണ് സൂറത്ത് അവസാനിക്കുന്നത്. ഇന്നക ബി അയുനിന, നീ എന്താണ്, എൻ്റെ കൺവെട്ടത്താണെന്ന് പറഞ്ഞുകൊണ്ടാണ് അവസാനിക്കുന്നത്. രണ്ടാമതൊരു റിംഗ് സ്ട്രക്ചറായിട്ട് നമുക്ക് എടുക്കാമെങ്കിൽ ഹിദായത്തിൽ നിന്നാണ് തുടങ്ങുന്നത്, വത്തൂർ. എന്നിട്ട് അവസാനിക്കുന്നത് എന്തുകൊണ്ടാണ്? ഹിദായത്ത് കിട്ടിയാൽ നമ്മൾ എങ്ങനെ പ്രതികരിക്കണം, അതാണ് ഫസബ്ബിഹ് ബിഹംദി റബ്ബിക എന്ന് പറഞ്ഞുകൊണ്ട് സൂറത്ത് അവസാനിക്കുന്നു എന്നുള്ളത്. ഞാൻ ഇതൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടുന്നൊരു വിഷയം, ഖുർആൻ മനുഷ്യന് സാധ്യമല്ല എന്ന് നമ്മളൊരു ക്ലാസ് ഇതിൻ്റെ ഇടയിൽ എടുത്തിരുന്നു. ഈ സൂറ തൂറിൽ ഖുർആൻ ഒരു മനുഷ്യന് എഴുതാൻ സാധ്യമല്ല എന്നതിന് ഏറ്റവും നല്ല തെളിവ് ഖുർആൻ്റെ ഈ സ്ട്രക്ചറാണ്. ആ സ്ട്രക്ചർ അങ്ങനെ തന്നെ കൃത്യതയോടുകൂടി 49 ആയത്ത് കഴിയുമ്പോഴും നിലനിർത്തി എഴുതാൻ കഴിയണമെങ്കിൽ മനുഷ്യന് അസാധ്യമായിട്ടുള്ള ഒന്നാണ് എന്നതും കൂടെ സുബ്ഹാനല്ലാഹ് എന്നതും കൂടെ നമ്മുടെ മനസ്സിൽ വരേണ്ടതാണ്. അപ്പോൾ ഇതാണ് 4ാമത്തെ വിഷയം. 5ാമത്തെ വിഷയം വിഷ്വലൈസേഷനാണ്. ഇത് നമ്മൾ എല്ലാ സൂറത്തിലും പറയുന്നത്. വിഷ്വലൈസേഷൻ എന്ന് പറഞ്ഞാൽ ചിത്രീകരണം എന്ന് പറഞ്ഞാൽ എന്താണ്? ചിത്രീകരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിഷയം നമ്മൾ അവതരിപ്പിക്കുമ്പോൾ എനിക്ക് വേണമെങ്കിൽ എന്ത് പറയാം, പിന്നെ എന്താണ്, ഒരു വീടുണ്ട് എന്ന് പറയാം. അതേസമയം എനിക്ക് ഇങ്ങനെയും കൂടെ പറയാം, എന്ത്, നല്ല ടെറസുള്ളൊരു വീടാണ്, പിന്നെ ആ വീട്ടിൽ നിങ്ങൾ ശരിക്കും നോക്കിയാൽ ആ വീടിൻ്റെ ഉള്ളിൽ 2 ആൾക്കാരുണ്ട്, അവർ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ മതിലൊക്കെ നല്ല സുന്ദരമായ. അപ്പോൾ നമ്മുടെ മനസ്സിലെന്ത് ചെയ്യും, ആ വീട് പിക്ചറായിട്ട് വരും. ഖുർആനിൽ അള്ളാഹു നമ്മളെ സത്യം മനസ്സിലാക്കി തരാൻ ഉപയോഗിക്കുന്ന സ്റ്റൈലുകളിൽ ഏറ്റവും സുന്ദരമായ സ്റ്റൈലുകളൊന്ന് ചിത്രീകരണമാണ്. ചിത്രീകരിച്ച് കാണിക്കും, വെറുതെ പറയല്ല, ചിത്രീകരിച്ച് കാണിക്കും. അങ്ങനെ കുറേ ചിത്രീകരണ രംഗങ്ങൾ സൂറ തൂറിൽ കാണാൻ കഴിയും. അതിലൊന്നാണ് ഖിയാമത്ത് നാളിൻ്റെ രംഗം. ഖിയാമത്ത് നാളിൻ്റെ രംഗങ്ങൾ ശരിക്ക് പിന്നെ ഈ ഖിയാമത്ത് നാളിൻ്റെ രംഗത്തിൽ അള്ളാഹു പറയുന്ന യൗമ തമൂറു സമാഉ മൗറ, ആകാശം എന്ത് ചെയ്യും, ശക്തിയായി പ്രകമ്പനം കൊള്ളുന്ന നിമിഷം. വ തസീറുൽ ജിബാലു സൈറ,
പർവ്വതങ്ങൾ എന്ത് ചെയ്യും? അതിൻ്റെ അടുത്ത് നിന്നും എന്ത് ചെയ്യും? പാറിപ്പോവും. ഇത് ശരിക്ക് ഖിയാമത്ത് നാൾ നടക്കും എന്ന് പറഞ്ഞാൽ മതി, അത് അവിടെ തീരും. അങ്ങനെയല്ല, ഖിയാമത്ത് നാൾ നടക്കുന്ന നമുക്ക് അറിവുണ്ടായാൽ പോരാ, അതിനെക്കുറിച്ച് അള്ളാഹു ചിത്രീകരിച്ച് കാണിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ അതൊരു പിക്ചറായി നിറഞ്ഞ ചിത്രമായിട്ട് നിലനിൽക്കണം. എന്ത് നമ്മൾ ചെയ്യുമ്പോഴും ഇതൊക്കെ പാറിപ്പറന്ന് പോകുന്ന ഒരു നാളിലേക്കാണ് നമ്മൾ പോകുന്നത് എന്ന ബോധം നമുക്ക് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് ഒന്നാമത്തത്. രണ്ടാമത്തത് പിന്നെ നരകത്തിൻ്റെ രംഗമാണ്. അപ്പം ഞാൻ പിന്നെ ക്ലാസ്സിൽ നരകത്തിൻ്റെയും സ്വർഗത്തിൻ്റെയും ഖുർആൻ ക്ലാസ്സുകളിൽ എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾ ഓർമ്മയിലുണ്ടാവും, നരകത്തിനെക്കുറിച്ച് അള്ളാഹു ചിത്രീകരിക്കുന്നതും സ്വർഗത്തിനെക്കുറിച്ച് അള്ളാഹു ചിത്രീകരിക്കുന്നതും രംഗങ്ങൾ മാത്രം നിങ്ങളൊരു കേസ് സ്റ്റഡി ആയിട്ട് ഖുർആനിൽ എടുത്തു കഴിഞ്ഞാൽ ആ ഓരോ രംഗങ്ങളും ഓരോ സൂറത്തിലും വ്യത്യസ്തമാണ്. എന്തുകൊണ്ടാണ് വ്യത്യസ്തമാകുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ സൂറത്തിൽ പറയുന്ന വിഷയവുമായി ബന്ധപ്പെട്ടിട്ടാണ് നരകശിക്ഷ പറയുന്നത്, സ്വർഗത്തിൻ്റെ ആനന്ദങ്ങൾ പറയുന്നത്. അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് എന്ത്? സൂറത്തൂറിൽ നരകം പറയുന്നതിന് തൊട്ടു മുന്നേ അള്ളാഹു പറയുന്ന ഒരു തെറ്റായ സ്വഭാവം ഹൗലി യൽ അബൂൻ എന്നാണ്. അവർ അനാവശ്യ കാര്യങ്ങളിലൊക്കെ എന്ത് ചെയ്യുന്നു? കളിച്ച് രസിച്ച് നടക്കുന്നു. അതുകൊണ്ട് അവർക്ക് സത്യം കാണാൻ കഴിയുന്നില്ല. എന്നിട്ട് നരകത്തിന്റെ രംഗത്തിൽ അള്ളാഹു പറയുന്നത് എന്താണ്? യൗമ യുദഊന ഇലാ നാരി ജഹന്നമ ദഅ. നരകത്തിലേക്ക് എങ്ങനെയാണ് അവരിടുന്നത്? പുറകിൽ നിന്ന് ഒരൊറ്റ തള്ളാണ് നരകത്തിലേക്ക് ഇടുന്നത്. ഇതേപോലെയല്ല സൂറ വാക്കിയയിൽ പറയുന്നത്. ആകെ അനാവശ്യ കാര്യങ്ങളിൽ അശ്രദ്ധനായി കഴിഞ്ഞവന്റെ ശിക്ഷ എന്താണ്? അവൻ്റെ അശ്രദ്ധയെ ഉണർത്തുന്ന രീതിയിൽ പുറകിൽ നിന്നും തള്ളുന്നതാണ് എന്നത് ഖുർആൻ്റെ വളരെ സുന്ദരമായ സ്റ്റൈലുകളിൽ ഒന്നാണ്. അതേപോലെ തന്നെ നരകത്തിൻ്റെ മുന്നിൽ കൊണ്ടുപോയിട്ട് ഞാൻ പറഞ്ഞു, ഈ സൂറത്തിൻ്റെ പ്രധാന വിഷയം തെളിവുകൾ മുന്നിലുണ്ട്, പക്ഷെ ആൾക്കാർ എന്ത് ചെയ്യുന്നില്ല? അതിനെ കാണുന്നില്ല. അതായത് കണ്ണുകൊണ്ട് കണ്ടാലേ വിശ്വസിക്കുകയുള്ളൂ എന്ന വാദമുള്ളവരോട് നരകശിക്ഷ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നരകത്തിൻ്റെ മുന്നിൽ കൊണ്ടുപോയിട്ട് അള്ളാഹു പറയും, ഹാദിഹിൻ നാർ, ഇതാണ് നരകം, അല്ലത്തി കുൻതും ബിഹാ തുകദ്ദിബൂൻ, നിങ്ങൾ ഇതുവരെ കളവാക്കിയില്ലേ, കാണാൻ കഴിയില്ല, ലോജിക്കില്ല, എനിക്ക് ടാൻജൻഷ്യൽ ആയിട്ടുള്ള തെളിവ് വേണം, വളരെ അളക്കാൻ കഴിയുന്ന, സയൻറ്റിഫിക് ആയിട്ട് അളക്കാൻ കഴിയുന്ന തെളിവ് വേണമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഇതാക്കില്ലേ, ആ നരകമാണ് ഇത്. എന്നിട്ട് ചോദിക്കും, അഫ സിഹറും ഹാദ, ഇപ്പോഴും നിങ്ങൾക്ക് ഇതൊരു മായാജാലായിട്ട് തോന്നുന്നുണ്ടോ? അം അൻതും ലാ തുബ്സിറൂൻ, നിങ്ങൾ ഇപ്പം ഇത് കാണുന്നില്ല എന്നുണ്ടോ എന്നുള്ള ചോദിക്കുന്നു എന്ന് പറയുന്നത് ഖുർആൻ്റെ. ഇതാണ് രണ്ടാമത്തെ ഒരു ചിത്രീകരണം. മൂന്നാമത് സ്വർഗത്തിൻ്റെ ചിത്രീകരണമാണ്. സ്വർഗത്തിൻ്റെ ചിത്രീകരണം ഞാൻ മൊത്തം പറയുന്നില്ല, നമുക്ക് അതിനുള്ള സമയമില്ല, നിങ്ങളെ പഠനത്തിൽ വിടുകയാണ്. പക്ഷേ ഈ സൂറത്തിൽ മനസ്സിൽ കോറിയിട്ടിട്ട് മനസ്സിൽ നിന്ന് പോകാത്ത 4 പ്രയോഗങ്ങൾ സ്വർഗത്തിനെ കുറിച്ചുണ്ട്. എനിക്ക് ഖുർആൻ പഠിക്കുമ്പം ഖുർആൻ്റെ കിട്ടിയ 4 പുതിയ പദങ്ങൾ, എനിക്ക് ഈ കൺസെപ്റ്റുകൾ ഈ സൂറത്തിൽ നിന്ന് കിട്ടിയ 4 പുതിയ, അതിലൊന്ന് നഈമാണ്. നഈം, ഇന്നൽ മുത്തഖീന ഫി ജന്നാത്തിൻ നഈം. നഈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിഷമവും ഇല്ലാത്ത സമ്പൂർണമായ ആനന്ദം മനസ്സനുഭവിക്കുന്ന അവസ്ഥ, അത് സ്വർഗത്തിൽ മാത്രമേ ഉള്ളൂ. രണ്ടാമത് ഫാക്കിഹീൻ എന്നാണ്. ഫാക്കിഹീന ബിമാ ആതാഹു. ഫാക്കിഹീൻ എന്ന് പറഞ്ഞാൽ സന്തോഷം ഉണ്ട് എന്ന് മാത്രമല്ല, ആഹ്ലാദമാണ്. സന്തോഷം പിടിച്ചു വെക്കാൻ കഴിയാതെ നമ്മൾ ചിരിച്ചു പോകുന്ന അവസ്ഥയാണ് ഫാക്കിഹീൻ എന്ന് അള്ളാഹു സ്വർഗത്തെക്കുറിച്ച് പറയുന്നത്. മൂന്നാമത് ഹനീ അൻ എന്നാണ്. കുലു വഷ്റബു ഹനീ അൻ. കുലു വഷ്റബു ഹനീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സംതൃപ്തിയോടുകൂടി നിങ്ങൾ ആ വിഭവം അനുഭവിച്ചുകൊള്ളൂ. അങ്ങനെ നമുക്ക് ഭൂമിയിൽ സാധ്യമല്ല. എന്തനുഭവിക്കുമ്പോഴും നമുക്കൊരു പൂർണ്ണ സംതൃപ്തി കിട്ടൂല. അതാണ്. നാലാമത് ഉള്ള പ്രയോഗം, മക്കളും ഉപ്പയും സ്വർഗത്തിലാണ് എന്ന് പറഞ്ഞതിന് ശേഷം അള്ളാഹു വിവരിക്കുന്നത് യതനാസഊന ഫീഹാ കഅസൻ. യതനാസഊന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ തമ്മിൽ കപ്പുകൾ കൈമാറുന്നു എന്നല്ല, കപ്പുകൾ മേടിക്കുന്നു എന്നാണ് അർത്ഥം. എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ലൈവായിട്ട് കുടുംബ ബന്ധങ്ങൾ തമ്മിൽ അവർ വളരെ ആസ്വദിച്ചുകൊണ്ട് സംസാരിക്കുന്നതിനിടയിൽ കപ്പ് മേടിക്കുന്ന ആ രംഗത്തെ വളരെ സുന്ദരമായി ചിത്രീകരിച്ചിട്ട് ഈ സൂറത്ത് കാണിക്കുന്നു എന്നുള്ളതാണ് ഈ സൂറത്തിൻ്റെ ഏറ്റവും വലിയ. അതേപോലെ തന്നെ വിഷ്വലൈസേഷൻ്റെ ഏറ്റവും സുന്ദരമായ വിഷ്വലൈസേഷൻ ഈ സൂറത്തിലുള്ളത്, സത്യത്തിനൊക്കെ നിഷേധിച്ചിട്ട് ആൾക്കാർ നടക്കുകയാണ്. അവർ പരലോകത്തിലെത്തിയിട്ട് തങ്ങൾ നിഷേധിച്ചതൊക്കെ ഇതാണ് സത്യമെന്ന് തിരിച്ചറിയുന്ന ആ നിമിഷത്തിനെ എങ്ങനെയാണ് നമ്മൾ വാക്കുകൾ കൊണ്ട് വിവരിക്കുക? അതായത് ഒരാൾ എല്ലാം നിഷേധിച്ചു, അയാൾ പ്രതീക്ഷിക്കാത്ത പുതിയൊരു സാധനം അവിടെ പെട്ടെന്ന് കാണുമ്പോൾ എങ്ങനെയാണ് നമ്മൾ അത് വാക്കുകൊണ്ട് പറയാം? അള്ളാഹു പറയുന്നത് യുസ് അക്കൂൻ എന്നാണ്. യുസ് അക്കൂൻ എന്ന് പറഞ്ഞാൽ ഇടിവെട്ടിയിട്ട് ആ ശബ്ദത്തിൽ ഒരാൾ നിന്നു പോവില്ല, സ്തംഭിച്ചു പോവുക. അങ്ങനെയായിരിക്കും സത്യത്തെ നിഷേധിച്ചവർ
പരലോകത്ത് എത്തുക എന്ന് പറയുന്നത് വിഷ്വലൈസേഷൻ്റെ ഏറ്റവും സുന്ദരമായ വിഷ്വലൈസേഷനിൽ ഒന്നാണ്. ഇതാണ് 5ാമത്തെ വിഷയം. ഇതൊക്കെ നിങ്ങൾ പോയിട്ട് ഒന്നും കൂടി നോക്കിയാലാണ് ഇതിൻ്റെ ഒരു ഇത് കിട്ടുള്ളൂ. അല്ലെങ്കിൽ മൊത്തം നോക്കി വന്നവരാണെങ്കിൽ ഞാൻ പറയുന്നതിനെ ഒന്ന് നിങ്ങൾക്ക് പിന്നെ എൻ്റെ കൂടെ പോകാൻ കഴിയുന്നുണ്ടാവും. അടുത്ത വിഷയം ചോദ്യങ്ങളാണ്. എനിക്ക് പിന്നെ ഖുർആനിൽ നമുക്ക് ശ്രദ്ധിക്കേണ്ട, ഖുർആൻ്റെ സ്റ്റൈലുകളിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒന്നാണ് ചോദ്യങ്ങൾ. ചോദ്യങ്ങൾ ഖുർആനിൽ ഏകദേശം ഒരു 20-25% ചോദ്യങ്ങളാണ്. അള്ളാഹു ചോദ്യങ്ങൾ ചോദിക്കുന്നു എന്നത് നമുക്ക് പഠിപ്പിച്ചു തരുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതായത് ഒന്നെന്താണ്, അള്ളാഹു ഇങ്ങനെ അന്ധമായി വിശ്വസിക്കാൻ പറയാൻ വേണ്ടിയിട്ടല്ല ഖുർആൻ ഇറക്കിയത്. സ്പൂൺ ഫീഡിങ്ങും അല്ല ഖുർആൻ. ചോദ്യങ്ങൾ എന്തിനാണ് ചോദിക്കുന്നത്? ചോദ്യങ്ങൾ ചോദിക്കുന്നത് മനുഷ്യൻ്റെ സ്വയം ചിന്ത ഉണരുകയും അവന് തന്നെ അത് മനസ്സിലാവുകയും അവന് തന്നെ തൃപ്തിയോടുകൂടി ഏറ്റെടുക്കുകയും ചെയ്യാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അല്ലെങ്കിൽ അള്ളാഹു ഒരായത്തിൽ ചോദിക്കുന്നുണ്ട്, അലം നജ്അൽ ലഹു ഐനൈൻ. അതെന്തിനാ ചോദിക്കുന്നത്? നിങ്ങൾ ആലോചിച്ച് നോക്കാം. നിങ്ങൾക്ക് ഞാൻ 2 കണ്ണ് തന്നില്ലേ എന്ന് അള്ളാഹ് ചോദിക്കേണ്ട ആവശ്യം എന്താ? നിങ്ങൾക്ക് ഞാൻ 2 കണ്ണ് തന്നു എന്ന് പറഞ്ഞാൽ പോരെ. അപ്പോൾ ചോദ്യങ്ങൾ ചോദിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, അതെ ശരിയാണല്ലോ, കണ്ണ് തന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ തന്നെ ആലോചിച്ചിട്ട് ശുക്രിൻ്റെ ഒരു മനസ്സിലേക്ക് എത്തണമെങ്കിൽ വെറുതെ സ്പൂൺ ഫീഡ് ചെയ്തുകൊണ്ട് കാര്യമില്ല, നമുക്ക് ചോദ്യം. അപ്പോൾ ഖുർആൻ്റെ ചോദ്യങ്ങൾ എന്ന് പറയുന്നത് ഈ സൂറത്തിൽ എത്ര ചോദ്യങ്ങൾ ഉണ്ടാവും? ഒരു ഗസ് ഏകദേശം പറഞ്ഞോ, വെറുതെ പറയാലോ. 10. വേറെ ഈ സൂറത്തിൽ ഏകദേശം 14 ചോദ്യങ്ങളുണ്ട്. 14 ചോദ്യങ്ങൾ. അതിൽ 13 ചോദ്യങ്ങളും സീരീസ് ആയിട്ട് വരുന്നതാണ്. നിങ്ങളാണോ ഉണ്ടാക്കിയത്, ഞാനാണോ നിങ്ങൾ ഉണ്ടാക്കിയത് എന്ന് പറഞ്ഞിട്ട് ലോജിക്കലി. ഒരു ചോദ്യം പിന്നെ ഈ നരകരംഗത്ത് പരലോകത്തിലുള്ള ഒരു ചോദ്യമാണ്. 28% 28% ഒരു സൂറത്തിൻ്റെത് ചോദ്യമാണെന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ് അള്ളാൻ്റെ ഒരു കമ്മ്യൂണിക്കേഷൻ സ്റ്റൈലിനെ കുറിച്ച് നമുക്ക് കിട്ടുന്ന ബോധം എന്താണ് എന്ന് നമ്മൾ ആലോചിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ പിന്നെ നമ്മൾ ചോദ്യങ്ങൾ പിന്നെ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല, നമ്മൾ ആ ക്ലാസ് പഠിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവും. അതിൽ അള്ളാഹു ചോദിക്കുന്ന 1-2 ചോദ്യം. ഒന്ന് അം തഅ്മുറുഹും അഹ്ലാമഹും ബിഹാദ അം ഹും ഖൗമുൻ താഗൂൻ എന്ന് ചോദിക്കുന്നുണ്ട്. അതായത് നമ്മൾ പറഞ്ഞിട്ട് എന്താണ് കോഗ്നിറ്റീവ് ഡിസോണൻസ് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ എന്നറിയില്ല. കോഗ്നിറ്റീവ് ഡിസോണൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ അറിവുകളെ കുറിച്ച് നമുക്ക് തന്നെ ഒരു സംശയം തോന്നുന്ന രീതിയിൽ ചോദ്യം ചോദിക്കുക. അത് ശരിയാണോ, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അത് ശരിയാണോ എന്ന് ചോദിക്കുമ്പോൾ നമ്മളെന്ത് ചെയ്യും? നമ്മൾ തന്നെ ഒന്നും കൂടി ആലോചിക്കും. അതുപോലെയാണ് ഇത്. ഇവർ കുറേ വാദങ്ങൾ ആലോചിക്കുമ്പോൾ അള്ളാഹ് പറയാണ്, ഇത് ശരിക്കും നിങ്ങളെ ബുദ്ധി പറയുന്നതാണോ അല്ല നിങ്ങൾ അതിക്രമങ്ങളായതുകൊണ്ട് നിങ്ങൾക്ക് തോന്നുന്നതാണോ എന്ന് ഒരാളോട് ചോദിക്കുമ്പോൾ ശരിയാണല്ലോ, ഇനി ചിലപ്പോൾ എൻ്റെ പ്രശ്നമാണോ എന്നൊരാളോട് ചോദിപ്പിക്കുന്ന ചോദ്യമാണ് അത് എന്ന് പറയുന്നത്. ഇനി 6ാമത്തെ വിഷയം, ഈ സൂറത്ത് തെളിവുകളെ വെച്ചുകൊണ്ട് തെളിവുകളോടുള്ള പിന്നെ പ്രതികരണത്തെയാണ് പറയുന്നതെങ്കിലും ഈ സൂറത്തിൽ ഉടനീളം നിറഞ്ഞു നിൽക്കുന്ന വേറൊരു വിഷയമുണ്ട്. അത് മനുഷ്യബന്ധങ്ങളാണ്. ബന്ധങ്ങളെക്കുറിച്ച് ഈ സൂറത്ത് അതിൻ്റെ ഇടയിൽ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഖുർആൻ്റെ വിഷയങ്ങൾ അവതരിപ്പിക്കുന്ന സ്റ്റൈല് മനസ്സിലാക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഇതിന് ഇടയിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ബന്ധങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അതിൽ ഈ സൂറത്ത് പറയുന്നത് അള്ളാഹുവിനോടുള്ള ബന്ധമാണ് ഏറ്റവും മുൻകളിൽ വരേണ്ടത്. അതുകൊണ്ടാണ് സ്വർഗത്തിലെത്തിയ ആൾക്കാർ പറയുന്നത് കാലു ഇന്നാ കുന്ന ഖബ്ലു ഫി അഹ്ലിന മുഷ്ഫിഖീൻ. നമ്മുടെ ബന്ധങ്ങളിൽ ഷഫക്കിൻ്റെ നിലപാടാണ് എടുത്തത്. എപ്പോഴും ഒരു അലേർട്ട്നെസ് ആണ് എടുത്തത്. അള്ളാഹുമായിട്ടുള്ള ബന്ധമാണ് ഏറ്റവും വെച്ചത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബന്ധങ്ങളെക്കുറിച്ച് അതിൻ്റെ ഇടയിലൂടെ പറയുന്നത്. അള്ളാഹുവിനോടുള്ള ബന്ധമാണ് ഏറ്റവും മുകളിൽ വേണ്ടത്. എല്ലാ മറ്റ് ബന്ധങ്ങളോടും നമ്മൾ എടുക്കേണ്ട നിലപാട് അള്ളാഹിൻ്റെ ബന്ധത്തിന് താഴെയാണ് എന്ന് പറഞ്ഞതിന് ശേഷം ഈ സൂറത്ത് അവസാനിക്കുന്നത് എങ്ങനെയാണ്? ഇന്നക ബി അയുനിന, നീ എൻ്റെ ഏറ്റവും കൺവെട്ടത്താണെന്ന് പറഞ്ഞിട്ട് അള്ളാഹു നമ്മളും തമ്മിലുള്ള ബന്ധം, അള്ളാഹ്ക്ക് നമ്മളെ ബന്ധത്തെക്കുറിച്ചുള്ള അള്ളാഹിൻ്റെ കൺസെപ്റ്റ് പറഞ്ഞിട്ട് ലാസ്റ്റ് അവസാനിപ്പിക്കുന്നത് ഫസബ്ബിഹ് ബിഹംദി റബ്ബിക, നമ്മൾ അള്ളാഹുമായിട്ട് ബന്ധം വെക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത് എന്ന് കാണാൻ പറ്റും. 7ാമത്തെ വിഷയം, ഈ സൂറത്ത് പഠിപ്പിക്കുന്ന സ്വഭാവങ്ങൾ എന്തൊക്കെയാണ്. ഇത് ഞാൻ മനസ്സിലാക്കുന്നത് ഇത് തന്നെ ഒരു പ്രൊജക്റ്റായിട്ട് നമ്മൾ എടുക്കേണ്ടതാണ്. ഓരോ സൂറത്തും പഠിപ്പിക്കുന്ന ഖുർആനിക് പേഴ്സണാലിറ്റി എന്താണ് ഈ ഓരോ സൂറത്തും പഠിച്ചു കഴിഞ്ഞ ഒരാൾക്ക് ഉണ്ടാകുന്ന പേഴ്സണാലിറ്റി എന്താണ് എന്നത് നമ്മൾ പഠിക്കേണ്ട. ഈ സൂറത്ത് പഠിപ്പിക്കുന്ന പേഴ്സണാലിറ്റി തഖ്വ ഉള്ളവനായിരിക്കും. തഖ്വ ഉള്ളവൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ശ്രദ്ധിച്ചുകൊണ്ട് ജീവിതത്തിൽ വളരെ സൂക്ഷ്മതയോടുകൂടിയേ അവൻ നിലപാടെടുക്കുകയുള്ളൂ. 2,
അവരൊരിക്കലും ഹൗലും ലൈബും ഉണ്ടാവില്ല. ഇത് നമ്മൾ പ്രത്യേകമായി സൂറത്തിൻ്റെ ഒരു 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 പിന്നെ എന്താണ് ഒരു ടേക്കായിട്ട് നമ്മൾ എടുക്കേണ്ടതാണ്. ഹൗലും ലൈബും ഉണ്ടാവില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അനാവശ്യമായ കാര്യങ്ങളിൽ നിരന്തരം ഒഴുകുന്ന സ്വഭാവം അയാൾക്ക് ഉണ്ടാവില്ല. ജീവിതം വെറും കളിയായിട്ട് അയാൾ എടുക്കില്ല. ഹൗലും ലൈബും ഉണ്ടാവില്ല. മൂന്നാമത്, എല്ലാ ബന്ധങ്ങളിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഷഫക്കിൻ്റെ റിലേഷൻ ആയിരിക്കും. ഷഫക്ക് എന്ന് പറഞ്ഞാൽ എപ്പോഴും അലേർട്ടായിരിക്കും. ഉമ്മയായാലും മക്കളായാലും സ്വർഗം നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ ഒരു ബന്ധം അയാൾ വെക്കുകയില്ല. നാലാമത്, അയാൾ എപ്പോഴും അള്ളാഹുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. തസ്ബീഹും തഹ്മീദുമായിട്ട്. അതാണ് ഹീന തക്കുവും. എപ്പം നിങ്ങൾ എണീക്കുമ്പോഴും, വമിനൽ ലൈൽ രാത്രിയിലും, ഇദ്ബാറൻ നുജൂം പകൽ വരുന്നതിന് മുമ്പേ നിരന്തരം അള്ളാഹുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും ഈ സൂറ തൂർ ജീവിതത്തിൽ അപ്ലൈ ചെയ്ത പേഴ്സണാലിറ്റി. അഞ്ചാമത്, അയാൾ ദഅവ ചെയ്യും. ഫദക്കിർ, അയാൾക്ക് അറിഞ്ഞ സത്യം അയാൾ എന്ത് ചെയ്യും? നിരന്തരം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്ത് കൊണ്ടേ ഇരിക്കും. ആറാമത്, അയാൾ ആഖിറത്തിനെ കുറിച്ച് സൂപ്പർ കോൺഫിഡൻ്റ് ആയിരിക്കും. ആഖിറത്തിനെ കുറിച്ച് കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ ഈ സൂറത്തിൻ്റെ ഇടയിൽ അള്ളാഹ് പറയുന്നുണ്ട് പ്രവാചകനോട്, കുൽ, അവരോട് പറയാ, തറബ്ബസു, നിങ്ങൾ കാത്തിരുന്നു കൊള്ളൂ, ഫഇന്നി മഅകും മിനൽ മുതറബ്ബിസീൻ, ഞാനും എന്ത് ചെയ്യുക, നിങ്ങളൊന്നിച്ച് കാത്തിരിക്കുക. ഇത് കോൺഫിഡൻറ്റിൻ്റെ വർത്താനാണ്. ഇതൊരു പാവത്താൻ്റെ വർത്താനല്ല. നിങ്ങൾ കാത്തുനിന്നോ ഞാനും കാത്തുനിന്നോ, നമുക്ക് കാണാം അവസാനം ആരാ ജയിക്കുക എന്നത്. ആഖിറത്തിനെ കുറിച്ച് സൂപ്പർ കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ആയിരിക്കും സൂറ തൂറിൻ്റെ പേഴ്സണാലിറ്റി. ഏഴാമത്, വെറും ആത്മീയതയും നമസ്കാരവും മാത്രമായിരിക്കില്ല, യുക്തിയും ചിന്തയും നിറഞ്ഞ ഒരാളായിരിക്കും സൂറ തൂർ ഉണ്ടാക്കുന്ന പേഴ്സണാലിറ്റി. അതുകൊണ്ടാണ് അള്ളാഹു സൃഷ്ടിപ്പിനെ കുറിച്ച് ചിന്തിക്കാൻ പറയുന്നത്, ആകാശത്തെക്കുറിച്ചൊക്കെ ചിന്തിക്കാൻ പറയുന്നത് അതുകൊണ്ടാണ്. എട്ടാമത്തെ സ്വഭാവം, ഡിബേറ്റിൽ ഏർപ്പെടും, സംവാദത്തിൽ ഏർപ്പെടും, പക്ഷെ അവഗണിക്കേണ്ട സമയം വരുമ്പം അയാൾ എന്ത് ചെയ്യും? അവഗണിക്കും. അതുകൊണ്ടാണ് ഫദർഹും എന്ന് സൂറത്ത് പറയുന്നത്. ഫദർഹും, ചില സമയത്ത് അവരെ ഒഴിവാക്കുക. ഒൻപതാമത്തെ സ്വഭാവം, 9 സ്വഭാവങ്ങളാണ് ഈ സൂറത്ത് പഠിപ്പിക്കുന്നത്. 9ാമത്തെ സ്വഭാവം, സ്വബറുള്ളവനായിരിക്കും അവൻ. ക്ഷമ, അങ്ങേയറ്റം ക്ഷമയുള്ള. ഇത് മൊത്തത്തിലെടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരാളെങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഒരാളെ ക്ലിയർ ആയിട്ടൊരു പേഴ്സണാലിറ്റിനെ നമുക്ക് പിന്നെ എടുക്കാൻ കഴിയുമെന്നുള്ളതാണ്. അവസാനത്തെ വിഷയം അള്ളാഹുവിൻ്റെ നാമങ്ങളാണ്. ഇത് നമ്മളെല്ലാ സൂറത്തിലും സ്പെസിഫിക് ആയിട്ട് അതിൻ്റെ സമ്മറിയിൽ പറയുന്നതാണ്. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ എന്നെനിക്കറിയില്ല. ഖുർആൻ പഠിക്കുമ്പം അള്ളാഹുവിൻ്റെ നാമങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കണം. കാരണം ഖുർആൻ്റെ പ്രധാന വിഷയം അള്ളാഹുവാണ്. ഖുർആൻ എന്ത് വിഷയം പറയുന്നതും അള്ളാഹിനെ പരിചയപ്പെടുത്താനാണ്. ആ പരിചയപ്പെടുന്നത് അള്ളാഹിൻ്റെ 99 സിഫത്തുകളെ ഓരോ സൂറത്തിലും പല രീതിയിലാണ് ഇട്ടത്. നമ്മൾ ആലോചിക്കണം, എന്തുകൊണ്ടാണ് ഇവിടെ ഗഫൂർ, എന്തുകൊണ്ടാണ് ഇവിടെ റഹീം. ഈ സൂറത്തിൽ എത്ര അള്ളാഹിൻ്റെ പേരുകൾ ഉപയോഗിച്ചിട്ടുണ്ടാവും? ആർക്കാ ഒന്ന് ഗസ് ചെയ്യാൻ കഴിയും? എത്ര പേരുകൾ ഉപയോഗിച്ചിട്ടുണ്ടാവും? നേരത്തെ ഹബീബാണ് 15 പറഞ്ഞത്. എത്ര പേരുകൾ ഉപയോഗിച്ചിട്ടുണ്ട് ഏകദേശം? നിങ്ങൾക്ക് മൊത്തത്തിൽ എത്ര തോന്നുന്നത്? ഈ സൂറത്തിൽ എനിക്കിത് സമയമില്ല, അതുകൊണ്ട് ഞാൻ തന്നെ പറയാം. എത്ര? ഈ സൂറത്തിൽ 4 പേരുകളെ അള്ളാഹിൻ്റെ ഉപയോഗിച്ചിട്ടുള്ളൂ. 4 പേരുകൾ. അതിലൊന്ന് റബ്ബാണ് നിറഞ്ഞു നിൽക്കുന്ന പേര്. 2 അള്ളാ ഇലാഹ്, അപ്പം ഏകദേശം ഒന്നാണ്. പിന്നെ അൽ ബർറ് എന്ന് വെച്ചാൽ എല്ലാ നന്മയുടെയും സ്രോതസ്സ്. 3 അർ റഹീം എന്നുള്ള 4 പേരുകളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നമ്മൾക്ക് ചോദിക്കേണ്ടത്, ഞാൻ എന്നോട് ചോദിച്ചത്, അല്ലെങ്കിൽ നിങ്ങളോട് ചോദിക്കേണ്ടത്, എന്തുകൊണ്ടാണ് സത്യം മുന്നിലുണ്ടായിട്ട് മനുഷ്യൻ്റെ പ്രതികരണത്തെക്കുറിച്ച് പറയുന്ന ഒരു സൂറത്തിൽ ഈ 4 പേരുകൾ ഉപയോഗിച്ചത് എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് അള്ളാഹു ഈ 4 പേര്? ഒരു ഉത്തരം ഞാൻ എൻ്റെ ഒരു പേഴ്സ്പെക്റ്റീവിലാണ്, ബാക്കി നിങ്ങളേതായ പഠനം ഉണ്ടാക്കുകയാണ്. ഈ 4 അള്ളാഹിൻ്റെ സവിശേഷതകൾ സമ്മതിക്കാതെ ഒരാൾക്ക് ദൈവത്തെ അംഗീകരിക്കാൻ കഴിയില്ല. അള്ള എന്ന കൺസെപ്റ്റിനെ ഈ 4 അംഗീകരിക്കാതെ ഒരാൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല. സത്യം, ലോജിക്ക് അവതരിപ്പിക്കുന്ന ഒരു സൂറത്തിൽ ഈ 4 പേര് പെർഫെക്റ്റ് ഫിറ്റാണ്. ആരാണ് റബ്ബ്, ആരാണ് അള്ളാഹ്? ആരാണ് അള്ളാഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും എന്ത് നിസ്സഹായതയിലും ആദ്യം തിരിയുന്ന ഇടം അള്ളാഹുവിൻ്റെതാണ്. ആ അള്ളാഹിനെ അംഗീകരിക്കാതെ ലോകത്തിലെ എല്ലാ ശക്തികളുടെ മുന്നിലും തിരിയുന്ന ഒരാൾക്ക് ദൈവത്തെ ഒരിക്കലും കണ്ടെത്താൻ കഴിയില്ല. ആരാണ് റബ്ബ്? അള്ളാഹ് പ്രാർത്ഥിക്കേണ്ടവൻ മാത്രമല്ല, റബ്ബും കൂടിയാണ്. ആരാണ് റബ്ബ് എന്ന് വെച്ചാൽ ആകാശത്തിനെ നിയന്ത്രിക്കുന്നവൻ റബ്ബാണ്, ഭക്ഷണം തരുന്നവൻ റബ്ബാണ്, എൻ്റെ കണ്ണിന് കാഴ്ചനെ തരുന്നവൻ റബ്ബാണ്, എനിക്ക് ഓരോ സമയത്തും സന്തോഷമോ സങ്കടമോ തരുന്നവൻ റബ്ബാണ്. ഈ ജീവിതം നിയന്ത്രിക്കുന്നത് ദൈവമാണ് എന്ന റബ്ബിൻ്റെ റുബൂബിയത്ത് സമ്മതിക്കാതെ ഒരാൾക്ക് അള്ളാഹിനെ കണ്ടെത്താൻ കഴിയില്ല. മൂന്നാമത് എന്തുകൊണ്ടാണ് ബർറ് പറയുന്ന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ
നമ്മൾ സത്യത്തിന് പുറകിൽ പോകുമ്പം സത്യം ഇതാണ് എന്ന് മനസ്സിലാക്കിയാൽ മാത്രം പോരാ. നമ്മൾ മനസ്സിലാക്കിയ സത്യത്തിൽ നന്മ ഉണ്ട് എന്ന് മനസ്സിലാക്കുമ്പോഴേ നമുക്ക് ദൈവത്തിനെയും മതത്തിനെയും അംഗീകരിക്കാൻ കഴിയുള്ളൂ. സമൂഹത്തിൽ നന്മ ചെയ്യുന്നത് ഇസ്ലാം ഒരാൾ അംഗീകരിച്ചാൽ, ഞാൻ ഇസ്ലാം അംഗീകരിച്ചാൽ ആ ഇസ്ലാം സമൂഹത്തിന് നന്മ ചെയ്യും, എൻ്റെ സ്വന്തം ജീവിതത്തിന് ലാഭമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കുമ്പോഴേ ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മതത്തിനെയും ദൈവത്തിനെയും അംഗീകരിക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ടാണ് അൽ ബർറ് എന്ന അള്ളാൻ്റെ പേര് വരുന്നത്. എന്തുകൊണ്ടാണ് റഹീം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾക്ക് ദൈവത്തെ കണ്ടെത്താനുള്ള തുടങ്ങാൻ തന്നെ കഴിയണമെങ്കിൽ സ്വന്തം നിസ്സഹായത അംഗീകരിക്കണം. സ്വന്തം നിസ്സഹായത അംഗീകരിക്കാതെ ഒരു മനുഷ്യന് ദൈവത്തിലേക്കുള്ള വഴിയുടെ തുടക്കത്തിൽ പോലും നിൽക്കാൻ കഴിയില്ല. റഹ്മത്ത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ കുറവുകൾ നികത്തി തരുന്ന അള്ളാൻ്റെ ക്യാരക്ടറാണ് റഹ്മത്ത്. റഹീം, റഹ്മാൻ. റഹീം എനിക്ക് വേണം എന്ന് ഞാൻ സമ്മതിക്കണമെങ്കിൽ ഞാൻ തന്നെ കണ്ടുപിടിച്ചാൽ ഈ ലോകത്തിലെ അറിവുകൾ എനിക്ക് കണ്ടെത്താൻ കഴിയില്ല. ഞാൻ തന്നെ തലകുത്തി മറിഞ്ഞാലും എനിക്ക് ഒരു പ്രശ്നവും തീർക്കാൻ കഴിയില്ല. എനിക്ക് അള്ളാൻ്റെ റഹ്മത്തേ സാധ്യമുള്ളൂ എന്ന കൺസെപ്റ്റ്, ഈ 4 കൺസെപ്റ്റുകളില്ലാതെ നമ്മൾ എത്ര ലോജിക്കും എത്ര തിസീസ് പറഞ്ഞാലും ഒരാൾക്ക് ദൈവത്തെ മനസ്സിലാക്കുക കഴിയില്ല. കുറച്ചോ നമ്മളെയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു അവൻ്റെ സൂറത്തുകളായിട്ട് തന്നെ അതിൻ്റെ യുക്തി മനസ്സിലാക്കാൻ കഴിയുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ പെടുത്തി തരുമാറാകട്ടെ. അവൻ്റെ അപാരമായ അഗാധമായ സുന്ദരമായ ലോജിക്ക്, യുക്തി, ഓരോ ആയത്തിലും അവൻ നിറച്ചു വെച്ചിട്ടുള്ള യുക്തി മനസ്സിലാക്കാൻ കഴിയുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ പഠിച്ചോ നമ്മളെ പെടുത്തി തരുമാറാകട്ടെ. ഓരോ സൂറത്തിനെയും ജീവിതത്തിൽ പകർത്താനുള്ളൊരു തഖ്വ അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ ആയത്തുകളിലൂടെയും സൂറത്തുകളിലൂടെയും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് സ്വർഗത്തിന് വേണ്ടി എല്ലാം സമർപ്പിക്കാൻ കഴിയുന്നവരുടെ കൂട്ടത്തിൽ പഠിച്ചോ നമ്മൾ പെടുത്തി തരുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.